ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ നോക്കുന്ന വിധത്തെക്കുറിച്ചാണ്. നമ്മളെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാനൊരു ഹോം നേഴ്സാണ്. വർഷങ്ങളായി ഈ ഫീൽഡിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മളെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ രോഗികളെ വശം തിരിച്ച് കിടത്തണം. ബെഡ് സോർ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എയർ ബഡ് ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രോഗിയുടെ കൈയും കാലും പുറവുമൊക്കെ നനവില്ലാതെ എപ്പോഴും ഉണങ്ങിയിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി രോഗികളുടെ ഷീറ്റ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ രോഗി പതുക്കെ ഒരു വശത്തേക്ക് ചരിച്ചതിന് ശേഷം ഷീറ്റ് ചുരുട്ടി കുറേശ്ശെ വെച്ചിട്ട് രോഗിയെ തിരിച്ച് കിടത്താവുന്നതാണ്. മറുവശവും അതുപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ രോഗിക്ക് വളരെ ശാരീരികമായി അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പതുക്കെ അങ്ങനെ ഷീറ്റ് മാറ്റാവുന്നതാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ തല ഉയർത്തി വെച്ച് തന്നെയാണ് ആഹാരം കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ആഹാരമായാലും മരുന്നായാലും പൂർണ്ണമായും ബെഡിൽ അങ്ങ് നൂത്ത് കിടത്തിക്കൊണ്ട് ആഹാരം കൊടുക്കാൻ പാടില്ല. തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെയാണ് ആഹാരങ്ങൾ രോഗിക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഏത് മെഡിസിൻ കൊടുക്കണമെങ്കിലും നമ്മൾ രോഗിയെ നൂത്തിരുത്തിക്കൊണ്ട് തല ഉയർത്തി പിടിച്ച് തന്നെ മരുന്ന് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി നാലാമതായി പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വമാണ്. രോഗികളെ നമ്മൾ എപ്പോഴും നല്ല നീറ്റായിട്ട് അവരുടെ വസ്ത്രങ്ങളും കിടക്കയും എല്ലാം നല്ല വൃത്തിയായ വസ്ത്രങ്ങളും കിടക്കയും ഉപയോഗിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ കൂടാനും അവരുടെ ദേഹം പൊട്ടാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. കിടപ്പ് രോഗികളെ ക്ലീൻ ആക്കുമ്പോൾ, അതായത് അവരുടെ ശരീരം തുടയ്ക്കുമ്പോൾ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കാൻ നോക്കണം. അതുപോലെ സോഫ്റ്റായിട്ടുള്ള തുണി കൊണ്ട് തുടയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രോഗി കിടക്കുന്ന സ്ഥലം എപ്പോഴും നല്ല കാറ്റും വെളിച്ചവുമുള്ള നല്ല ഒരു റൂമിനകത്തായിരിക്കണം കിടക്കുന്നത്. അവർക്ക് മാനസികമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ അടഞ്ഞ റൂമിൽ കിടക്കുമ്പോൾ കിടപ്പ് രോഗികൾക്ക് പ്രത്യേക ടെൻഷൻ വരാൻ സാധ്യത. എപ്പോഴും നല്ല ഓപ്പൺ പ്ലേസിൽ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്തായിരിക്കണം കിടപ്പ് രോഗികളെ കിടത്തേണ്ടത്. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രോഗിയെ നോക്കുമ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം രോഗിയോട് സംസാരിക്കുക. ഒരു കാരണവശാലും വിഷമമുള്ള കാര്യങ്ങളോ നെഗറ്റീവായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും രോഗിയുടെ മുന്നിൽ നമ്മൾ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ